എന്തായാലും ഞാൻ ഇതിന്റെ പട്ടി വീഴുന്നുണ്ട്. ഇതിനകത്ത് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംഭവം ഉണ്ടാക്കി തോന്നുന്നു. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. കടലയും പിന്നെ കൊഴുവ വറുത്തതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഹലോ ഗയ്സ്, നമ്മൾ രാവിലെ തന്നെ ഇവിടെ അടുത്തുള്ളൊരു ചെറിയ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. കാര്യം എന്താണെന്നുള്ളത് അവിടെ എത്തിയിട്ട് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക ഇങ്ങനെ സ്വസ്ഥത തരികയില്ല. അപ്പോൾ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ നന്നായിട്ട് വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ പോവുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. വഴിയിലുടനീളം പാടങ്ങളും പനകളും ഒക്കെ കൊണ്ട് ഫുള്ള് ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ തന്നെയുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അത്രയും രസമാണ് കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ട്, കാരണം സമയം ഇത്ര ആയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ബൈക്കോടെ വെച്ചിട്ട് കുറച്ചങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സൈഡിലൊരു കുളം കണ്ടതുകൊണ്ട് ഫുള്ള് പച്ച കളറിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പനങ്കള്ള് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാടത്തിൻ്റെ അപ്പുറത്തൊരു കുറേ പനയൊക്കെ നിൽക്കുന്നുണ്ട്. അത് വാങ്ങാണ്ട് രാവിലെ തന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മളും കുറച്ച് വാങ്ങാണ്ട് വന്നതാണ്. ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ ടച്ചിങ്സും കൊണ്ടൊക്കെ ചേച്ചിമാർ നടക്കുന്നുണ്ട്. അപ്പോൾ ടച്ചിങ്സ് പറയാനായിട്ട് കടലയും പിന്നെ കൊഴുവ വറുത്തതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇതിനകത്ത് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സംഭവം ഉണ്ടാക്കി തോന്നുന്നു. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. കുടിച്ചു നോക്കാം. ആദ്യമായിട്ടല്ലേ കുടിക്കുന്നത്, അതുകൊണ്ടാണ് ഒത്തിരി എക്സ്പ്രഷൻസ് ഒന്നും വരാത്തത്. ഒരു ടേസ്റ്റ് അറിയുന്നതുകൊണ്ട്. കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തരും കേട്ടോ. ഏത് മരത്തിലെയാണ് നല്ലതെന്ന് അറിഞ്ഞിട്ട് വേണം അവരത് ബാക്കി നമുക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ ഓരോ മരത്തിലും ഓരോ ടേസ്റ്റാണുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ ആൺ പെൺ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതോ ഒന്നിനാണ് ടേസ്റ്റ് കൂടുതലുള്ളത് അത് കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല, കാരണം ഞാൻ മറന്നുപോയതാണ് സംഭവം. നമ്മൾ ഈ പനങ്കള്ള് ശരീരത്തിന് കുറേ ഉപകാരമുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പനങ്കള്ള് വാങ്ങുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത് കള്ളപ്പം ഉണ്ടാക്കും, പിന്നെ വിനാഗിരി സുർക്ക ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് വാങ്ങുന്നത്. ഇവിടെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും. ഉള്ളവരുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് എടുക്കുന്നത് ഗൈസ്. ഇവിടെ ഇങ്ങനെ കുറേ പേര് രാവിലെ മുതൽ വരുന്നുണ്ട് കേട്ടോ. രാവിലെ 5 മണിക്ക് വരെ വേറെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ കുറച്ച് വാങ്ങി തിരിച്ചു പോവാണ് കേട്ടോ. വണ്ടി ഓടിക്കേണ്ടതുകൊണ്ട് അച്ചോട്ടന് ഒത്തിരിയൊന്നും ടേസ്റ്റ് നോക്കിയില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. നല്ല വെയിലായിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും പുളിപ്പ് കുറവായിരിക്കും, നല്ല മധുരമൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഇപ്പോഴൊരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ പട്ടി വീഴുന്നുണ്ട്. പട്ടി വരുന്ന കൂടെ കുഞ്ഞു 2-3 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. ഞാൻ കുടിച്ച മറ്റേ തൊപ്പി പോലത്തെ ആ സംഭവം ഞാൻ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. എന്തിനാ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഒരു രസമാണല്ലോ കണ്ടിരിക്കാൻ. ഒരു കരകൗശല വസ്തു പോലെ കയ്യിൽ കരുതാന്ന് കരുതി. പാടത്ത് ഏതായാലും ഇപ്പം നെല്ലൊന്നും ഇറക്കിയിട്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ തുമ്പച്ചെടി ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ചെടിയല്ല സംഭവം. എന്തോ കാട് പോലെ നിൽക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ചെണ്ടുമല്ലിയല്ല, പക്ഷെ അതേപോലെയൊക്കെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ തെങ്ങുകളുണ്ടെങ്കിലും പനങ്കള്ള് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. തെങ്ങുകളിൽ ഇവിടെ ആരും എടുക്കാറില്ല. നമ്മുടെ നാട്ടിലാണ് തെങ്ങുകളിലുള്ളത്. നല്ല വെയിലായിട്ടോ. ഇനി നമ്മൾ തിരിച്ച് വീട് വരെ പൊരിഞ്ഞ വെയിലത്ത് പോകണം. കണ്ടോ പനയിൽ കുടം വെച്ചിരിക്കുന്നുണ്ടോ? ഇതിലൊക്കെ നന്നായിട്ട് നൊങ്കുണ്ടായി വരുന്നുണ്ട്. നൊങ്കുള്ള പനയിൽ അവർ വെട്ടില്ല തോന്നുന്നു കേട്ടോ. നൊങ്കെടുക്കാത്ത പനയിലാണ് അവർ കുടമൊക്കെ വെച്ചിട്ടുള്ളത്.
ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പന ഇങ്ങനെ നിൽക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ വയലുകളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന സീസണിൽ എന്തായാലും അവർ നെല്ലിട്ടിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ചെറിയ ബോട്ടിലാട്ടോ വാങ്ങിച്ചത്, വലിയ ബോട്ടിലൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുടിക്കുകയും ചെയ്യാം, ബാക്കി കുറച്ച് വിനാഗിരി ഉണ്ടാക്കി വെക്കാം, പിന്നെ കള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ച് ടൗൺഷിപ്പിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ടൗൺഷിപ്പിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ഈ പോകുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിലുള്ളത് ബീച്ചും ഇപ്പുറത്തെ സൈഡിലുള്ളത് തടാകമാണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു സൈഡിൽ കാണുന്നത് ബീച്ചും ഇപ്പുറത്തെ സൈഡിൽ തടാകമാണ്. അതിൽ കണ്ടൽക്കാടുകളൊക്കെയാണ് നിൽക്കുന്നത്. നല്ല വെയിലാണ്. നമ്മൾ ഇവിടെ നിന്ന് നിർത്തി വീഡിയോ ഒന്നും ശരിക്കും എടുക്കുന്നില്ല. നമ്മൾ ടൗൺഷിപ്പിലൊരു കണിക്കൊന്ന കേട്ടോ. അത് വിഷുവിൻ്റെ സമയത്ത് ഇത്രയും പൂത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം കേട്ടോ, നമ്മുടെ നാട്ടിൽ വിഷുവിന് ഏപ്രിലാകുമ്പോൾ കണിക്കൊന്നൊക്കെ പൂക്കും. ഇവിടെ ഒരു മെയ് ജൂൺ ജൂലൈ സമയത്തേക്കാണ് ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു ഭംഗി കണ്ടുകൂടെ ഇറങ്ങുന്നത്. എപ്പോഴും വിചാരിക്കട്ടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. രാവിലെ എണീക്കാൻ വൈകിയതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് പണി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ബൈ.